പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ഇടയാക്കിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മള് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും. നമുക്ക് കാണാൻ സാധിക്കും. ചിലരെ കുറിച്ച് പറയും അവരൊരു ചൈതന്യമില്ലാത്തവർ. ജീവനുണ്ട്, ചൈതന്യം. അതായത് അവർക്ക് ജീവനുണ്ടെങ്കിലും ആ ജീവിതത്തിൽ ഒരു ആസ്വാദ്യം അല്ലെങ്കിൽ ജീവിതത്തെ എൻജോയ് ചെയ്തല്ല ജീവിക്കുന്നത്, അവർ മടുത്ത് ജീവിക്കും. ഇവിടെ ദൈവവചനത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നത് ജീവനും ചൈതന്യമാണ്. അത് ആ വചനം നമ്മുടെ ജീവിതത്തിലും ജീവനും തരും, അത് ചൈതന്യവും തരും. അപ്പൊ നമ്മള് ദൈവവചനത്തെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മനഃപ്പാഠമായിട്ട് കുറച്ച് വാക്യങ്ങളൊക്കെ കാണാതെ പഠിച്ച്, സൺഡേ സ്കൂൾ കുട്ടികൾ കാണാതെ പഠിക്കുന്ന ഒരു വാക്യങ്ങൾ കാണാതെ പഠിക്കുക എന്നതാണ് പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ എന്തെങ്കിലും ആകുന്നു എന്ന് ചിന്തിക്കരുത്. പക്ഷേ നാം എത്രത്തോളം ദൈവവചനത്തിലൂടെ ദൈവത്തെയും ദൈവത്തിലായിരിക്കുന്ന നമ്മയും മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതമാണ്. അതായത് ദൈവവചനത്തിലൂടെ ദൈവത്തെയും ദൈവത്തിലായ ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിലാണ്, ആ ദൈവം ഞാനും തമ്മിലുള്ള കൂട്ടായ്മ, അതാണ് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ ഒരു മതം സ്ഥാപിക്കപ്പെടുകയല്ല ചെയ്തത്. യേശുവിന്റെ ക്രൂശീകരണവും പുനരുത്ഥാനവും നമുക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധം, അതായത് നഷ്ടപ്പെട്ടു പോയ മാനവജാതിക്ക് ദൈവത്തോടുള്ള ബന്ധം റിസ്റ്റോർഡായി. അതായത് നമ്മൾ ഇന്ന് ദൈവത്തിലാണ്, ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തി. അതാണ് ശരിക്കും നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചു. യേശുവിന്റെ ക്രൂശീകരണത്തെയും പുനരുത്ഥാനത്തെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കലിലൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തോടുള്ള ആഴമേറിയ ഒരു ബന്ധത്തിന്റെ തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ ജീവിതം വിജയകരമായിട്ട്, അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നമുക്കിവിടെ നമ്മൾ ഈ വചനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവവചനത്തിന്റെ ജീവനും ചൈതന്യമുള്ളതാണ്. ആ ജീവനും ചൈതന്യമുള്ള നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ജീവൻ നൽകാനും ചൈതന്യം തരാനും പ്രാപ്തിയുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾ അതുകൊണ്ട് തന്നെ തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തില് ഏത് തകർന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയും വചനത്തിന് അവനെ വീണ്ടും കരകയറ്റി അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റാനായിട്ട് പ്രാപ്തിയുണ്ട് ദൈവവചനം. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി, ആ ഒരു രണ്ട് ടൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന ദാനങ്ങൾ, നമുക്ക് നൽകപ്പെടുന്നു നമ്മളെ കുറിച്ചുള്ള കരുതൽ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തപ്പെടുന്നു, നമ്മുടെ ആവശ്യങ്ങളിൽ സപ്ലൈ, നമ്മുടെ ആവശ്യത്തിനുള്ള നൽകപ്പെടുന്ന ഒരു അവസ്ഥയാണ് പ്രൊവിഷൻ. എന്നാൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്കും നൽകത്തക്കണം. അതായത് അവിടെ നമ്മൾ ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് പണത്തെ മാത്രം മുൻനിർത്തിയാണ് പ്രോസ്പെറിറ്റിയെ ചിന്തിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് തെറ്റുപറ്റും. പണത്തെ മാത്രം നിർത്തിക്കൊണ്ടല്ല പ്രോസ്പെറിറ്റിയെ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകമാനമുള്ള സമൃദ്ധിയെ ആണ് പ്രോസ്പെറിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പ്രോസ്പെറിറ്റിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തിലെ 3 യോഹന്നാന്റെ ലേഖനത്തിലും അവിടെ അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ മലയാള പരിഭാഷയിൽ ആത്മാവെന്ന് എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആസ് യുവർ സോൾ പ്രോസ്പർ എന്ന് എഴുതിയിരിക്കും. ആസ് യുവർ സോൾ പ്രോസ്പർ. അതായത് ആ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആത്മാവെന്ന് മലയാള വിവർത്തനത്തിൽ വന്നിരിക്കുന്നുവെങ്കിലും അതിന്റെ യഥാർത്ഥ ഭാഷയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ മനസ്സെന്ന നിലയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സ് അല്ലെങ്കിൽ സോൾ, പ്രാണൻ, ദേഹി എന്ന അർത്ഥം വരുന്ന പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ ദേഹിയില്
നമ്മൾ എത്രത്തോളം നമ്മുടെ മാനസികമായിട്ട് മനസ്സിനകത്ത് സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നു, അത്രത്തോളം ആ മനസ്സിനകത്ത് വരുന്ന സുഖവും സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളുടെയും സന്തോഷത്തിന്റെ അടിസ്ഥാനം. നമുക്ക് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യനില് ദേഹം, ദേഹി, ആത്മാവ്, ഇത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ദേഹവും ദേഹി ആത്മാവ്. നമ്മൾ ദൈവവചനത്തിലൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മീകമായ വളർച്ച, ആത്മീക ജീവിതം, ആത്മീകം. ഈ ഒരു വാക്ക് കൂടെ കൂടെ നമ്മൾ കേൾക്കാം. അപ്പോൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരുവനിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ടുള്ള ഒരു അവസ്ഥയല്ല ആത്മീയത. ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി, നമുക്ക് നമ്മുടെ ബോഡിയും സോളുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമുക്ക് 1 തെസ്സലോനിക്കലേഖനം അതിന് 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, അതായത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മീക വളർച്ച, പ്രോസ്പെറിറ്റി, അദ്ദേഹത്തിന്റെ ദേഹം, ദേഹി, ആത്മാവിലുള്ള വളർച്ച, ആത്മീകമായ വളർച്ച, മാനസികമായ വളർച്ച, ശാരീരികമായ വളർച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആത്മീകമായ പൂർണ്ണ തൃപ്തി, മാനസികമായുള്ള പൂർണ്ണ തൃപ്തി, ശാരീരികമായുള്ള പൂർണ്ണ തൃപ്തി, ഇതിനെയാണ്, ഈ ഒരു അവസ്ഥയാണ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസ്പെറിറ്റിയെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ആ ഒരു പ്രോസ്പർ ആയിട്ടിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട അറിവെന്ന് പറയുന്നത്, ദേഹം, ദേഹി, ആത്മാവിൽ സ്വസ്ഥത, പൂർണ്ണമായ തൃപ്തി. നമുക്ക് ഇവിടെ എന്നാൽ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നത്, ആസ് യുവർ സോൾ പ്രോസ്പർ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ എന്നല്ല, നിങ്ങളുടെ മനസ്സ് ശുഭമായിരിക്കുന്ന പോലെ, നിങ്ങളുടെ ശരീരം ശുഭമായിരിക്കുന്ന പോലെ നിങ്ങൾ സകലത്തിനും ശുഭമായിരിക്കാനല്ല, നിങ്ങളുടെ മനസ്സ്. അപ്പൊ അവിടെ ഒരു മനുഷ്യന്റെ സമൂലമായ വർധനവിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പൂർണ്ണതയ്ക്കും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരുവന്റെ മാനസികമായ അവസ്ഥകളാണ്, മനോഭാവമാണ്, മനസ്സിന്റെ ചിന്തകളാണ്, മനസ്സിന്റെ ഭാവമാണ്. അതാണ് ഇവിടെ വചനത്തിൽ നമുക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ആ ദൈവവചനത്തോട് ചേർന്ന് നിന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിന്റെ ചിന്തകൾക്കും മനസ്സിന്റെ ഭാവത്തിനും നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിനും പരാജയത്തിനും വളരെ പ്രധാനമായിട്ടൊരു സ്ഥാനമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ശാരീരികമായുള്ള സകലവിധ പ്രവൃത്തികളും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, മനസ്സിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആത്മീക കാര്യം, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ വളർച്ചയും സമർപ്പണവും ഒക്കെ നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, ആവശ്യമുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാ, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റില് പ്രോപ്പർ ഗ്രോത്ത്, പ്രോപ്പർ മെച്യൂരിറ്റി, അത് നമുക്ക് വളരെയേറെ ആവശ്യമുള്ള കാര്യം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൊ ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ വളരെ സൂക്ഷ്മതയോടെ കാക്കേണ്ടത് ആവശ്യം. സദൃശവാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കാക്കണം, കാരണം ജീവന്റെ ഉറവിടം, ജീവന്റെ ഉൽപ്പത്തി അവിടെ നിന്നാണ് എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ മനസ്സിനെ സൂക്ഷിക്കുക, മനസ്സിനെ അതിന്റെ പൂർണ്ണ തൃപ്തിയോടുകൂടെ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ജാഗ്രതയോടെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമ്മൾ അതിനെ ഒന്ന് ചിന്തിച്ചാലും, മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ബോഡി എന്ന് പറയുന്നത് വിസിബിൾ, ദൃശ്യമായ വ്യക്തിത്വം, എൻ്റെ ദൃശ്യമായ വ്യക്തിത്വമാണ് ബോഡി. എന്നാൽ സോൾ എന്ന് പറയുന്നത് എൻ്റെ അദൃശ്യമായ വ്യക്തിത്വം, അതാണ് സോൾ. പക്ഷെ എൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്നിൽ വസിക്കുന്ന അദൃശ്യനായ ദൈവം. അപ്പോൾ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ദേഹം എന്ന് പറയുന്നത് കാണുന്ന ഞാൻ, കാണപ്പെടത്തക്കവണ്ണമുള്ള ഞാൻ.
ദേഹി എന്ന് പറയുന്നത് കാണപ്പെടാത്ത വിധത്തിലുള്ള ഞാൻ. ആത്മാവ് എന്ന് പറയുന്നത് എന്നിൽ വസിക്കുന്ന കാണപ്പെടാത്ത നിലയിലുള്ള ദൈവം. അപ്പോ ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്, ദേഹത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ഭക്ഷണം. എന്നാൽ മനസ്സിന്റെ അല്ലെങ്കിൽ ദേഹിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. ഇമോഷൻസ്. എന്നാൽ സ്പിരിറ്റിന്റെ ഇന്ധനം എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഓരോ ജീവജാലങ്ങൾക്കും അതതിന്റെ ഭക്ഷണമാണ് ആവശ്യം. അതത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അതിന് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം വ്യത്യസ്തമാണ്. മനുഷ്യരിൽ തന്നെ പല വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ പല നാട്ടുകാർക്ക്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ പോയിട്ട് പല സമൂഹങ്ങളിൽ പോലും പല വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്തമായ ഭക്ഷണ രീതി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങളുടെ പലതിൻ്റെയും ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. പറവകൾ, അവയുടെയും ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. അപ്പം അതതിന് ആവശ്യമാകുന്ന ഭക്ഷണം അതത് നിലയിൽ കൊടുക്കുമ്പോഴാണ് അത് ഭക്ഷിക്കുന്ന ജീവിക്ക് അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റിന് ആവശ്യമായ ഇന്ധനം, ആവശ്യമായത് നൽകുമ്പോൾ, ആവശ്യമായ ഭക്ഷണം നൽകുമ്പോഴാണ് അത് അതിൻ്റെതായ നിലയിൽ പൂർണ്ണ വളർച്ചയിലെത്തും. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഭക്ഷണം. അതുകൊണ്ട് ആ കുഞ്ഞിന് പോഷകസമൃദ്ധമായ ഭക്ഷണം നമ്മൾ കൊടുക്കും. ആ കുഞ്ഞിന്റെ വളർച്ച എന്നല്ല, അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യം, ഭക്ഷണം കഴിക്കും. എന്നാൽ മനസ്സിന് വേണ്ടത് അല്ലെങ്കിൽ സോളിന് വേണ്ടത് ഭക്ഷണമല്ല, ചിന്തകളാണ്, അറിവാണ്, ഇമോഷൻസ് ആണ്, വികാരങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പകർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് മാനസികമായ വളർച്ച. ഒരു വ്യക്തി അറിവ് പ്രാപിക്കുന്നതോറും അവൻ മാനസികമായ വളർച്ചയിൽ. എന്നാൽ അതുപോലെ തന്നെ ഒരുവൻ സ്പിരിച്വലി, ആത്മീകമായ നിലയിൽ വളരണമെങ്കിൽ, വളരുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ അനുസരിച്ച് എൻ്റെ ദേഹം എന്ന് പറയുന്നത് ദൃശ്യമായ ഞാൻ, ദേഹി എന്ന് പറയുന്നത് അദൃശ്യമായ ഞാൻ, ആത്മാവ് എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവം. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദൃശ്യനായ ദൈവം എന്നിൽ വസിക്കുന്നു. ആ ദൈവത്തിന് വളർച്ചയുടെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് വചനം കൊണ്ട് നമ്മൾ നടക്കുന്നത്? വചനം കൊണ്ട് സംഭവിക്കുന്നത്, എൻ്റെ സോൾ, എൻ്റെ മനസ്സ്, എൻ്റെ വ്യക്തിത്വം ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നു. ആത്മാവിന്റെ പദ്ധതിയോളം എത്തിച്ചേരുന്നു. അതാണ് ശരിക്കും പറഞ്ഞ വചനത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ മനസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. ചിന്തിച്ചു നോക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ പ്രോട്ടീൻ അല്ലെങ്കിൽ അതിന്റെ വൈറ്റമിൻസ്, അതിന്റെ മിനറൽസ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഹെൽത്ത് ബെനിഫിറ്റ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന്റെ രുചിയെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. നമ്മൾ ആരോഗ്യപരമായി ഇന്ന ഭക്ഷണങ്ങൾ ആരോഗ്യകരമാണ്, അതുകൊണ്ട് അങ്ങ് കഴിക്കുക. നമുക്കറിയാം, നമ്മൾ ഭക്ഷണത്തെ പാചകം ചെയ്യുന്നു. നമുക്ക് തൃപ്തിയുള്ളതും ആരോഗ്യകരമായതും രുചികരവും സ്വാദിഷ്ടവും ഗന്ധമുള്ളതും, അല്ലെ, നിറമുള്ളതും ഒക്കെ ആയിട്ട് മാറ്റി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മനസ്സും ഭക്ഷണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ സ്വാദ് നമ്മുടെ മനസ്സിനാണ്, നമ്മുടെ സോളിനാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ സ്വാദാകട്ടെ, അതിന്റെ ഗന്ധമാകട്ടെ, അതിന്റെ നിറമാകട്ടെ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പൊ ഭക്ഷണം വളരെയേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം, ശരീരത്തെ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, വസ്ത്രധാരണം. ഇപ്പൊ വസ്ത്രം നമ്മൾ വാങ്ങിക്കുമ്പോൾ നഗ്നത മറയ്ക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിലും, എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻ, അതിന്റെ കളറുകൾ, അതിന്റെ ഡിസൈനൊക്കെ വളരെ ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വ്യവസായ മേഖല തന്നെയാണ്. അപ്പം അവിടെ
ശരീരത്തിന്റെ ആവശ്യത്തിനാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിലും അതിന് മാനസികമായ ഒരു സന്തോഷം അതിനകത്ത് അടങ്ങി. അപ്പൊ അവിടെ നമ്മുടെ ശാരീരികമായി നമ്മൾ പ്രാപിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനോട് ബന്ധപ്പെട്ടിരിക്കും. നമുക്കറിയാലോ, ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മാനസികമായ ഒരു ടെൻഷൻ, പിരിമുറുക്കം ഉണ്ടാകും, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും, അല്ലെ? അതുപോലെ തന്നെ തിരിച്ചു മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും, ശാരീരികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് നീ. അപ്പൊ ശരീരം എന്ന് പറയുന്നത് മനസ്സിനോട് വളരെയേറെ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായി നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും മനസ്സിനോടൊരു അഭിപ്രായം, അനുവാദവും ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിന് തൃപ്തി വരുന്ന നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഭക്ഷണമാകട്ടെ, വസ്ത്രധാരണമാകട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിനോട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം. അതായത് മാനസികമായിട്ട് ആരോഗ്യപരമായി ഇരിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാനേ കഴിയുന്നില്ല. ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയമായിട്ട് വളരാൻ സാധിക്കത്തില്ല. അതായത് ഇമോഷണലി ഹീലാകാത്ത ഒരാൾക്ക് സ്പിരിച്വലി വളരുക എന്ന് പറയുന്നത് അസാധ്യം. അപ്പൊ ഒരാൾ സ്പിരിച്വലി വളരണമെങ്കിൽ അയാളിൽ എന്തുണ്ടാകണം? അദ്ദേഹത്തിന്റെ മാനസികമായ മേഖലകളിൽ അദ്ദേഹത്തിന് ഹെൽത്തി ആയിരിക്കണം. അദ്ദേഹം മാനസികമായ ജീവിത മേഖലയിൽ അദ്ദേഹം ഹെൽത്തി ആയിരിക്കണം. മാനസികമായിട്ട് ഹെൽത്തി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് ക്ഷമിക്കുന്ന കാര്യത്തിൽ, സ്നേഹിക്കുന്ന കാര്യത്തിൽ, അല്ലെ? നമുക്കറിയാലോ, വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുന്നത്. വചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ കാരണമാകുന്നത്. എങ്ങോട്ടാണ് നമ്മൾ വചനത്തെ സ്വീകരിക്കുന്നത്? വചനം നമ്മൾ മനസ്സിലേക്കാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയില് വിത്ത് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ നിന്ന് എടുത്തോണ്ട് പോയത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഹൃദയത്തിൽ സ്വീകരിച്ചു. അത് പറവ കൊത്തിക്കൊണ്ടുപോയതിനെ കുറിച്ച് പറയുന്ന ഹൃദയത്തിൽ നിന്ന് എടുത്തോണ്ട്, നല്ല നിലത്ത് ഇവിടുന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുവന്റെ ആത്മീക വളർച്ചയുടെയും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അവന്റെ മാനസികമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ വളരെ ഭയത്തോടും ഭീതിയോടും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം എത്ര ഭക്ഷണം കഴിച്ചാലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് വേണ്ട പോലെ ദഹന പ്രക്രിയ നടത്തുക, അത് ശരിയായ നിലയുള്ള അതിന്റെ മിനറൽസ്, വൈറ്റമിൻ, പ്രോട്ടീൻസിന്റെ അതിന്റെ വിതരണം ശരിയായി നടക്കത്തില്ല. അത് ശരിയായ നിലയിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടത്തില്ല. കാരണം മാനസികമായുള്ള സമ്മർദ്ദം അങ്ങനെയുള്ള കാര്യത്തെ ബാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഒരുവന്റെ ആത്മീക വളർച്ചയും ഭൗതിക വളർച്ചയും എല്ലാം, ശാരീരികമായ വളർച്ചയും ആത്മീകമായിട്ടുള്ള വളർച്ചയ്ക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് ഒരുവന്റെ സോൾ, അയാളുടെ മനസ്സ്. അതുകൊണ്ട് നമുക്കറിയാം, ദൈവവചനത്തില് കർത്താവ് യോശുവയോട് പറഞ്ഞൊരു കാര്യം. കർത്താവ് പറഞ്ഞ കാര്യം, മോശ നിനക്ക് തന്ന ന്യായപ്രമാണത്തിലെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ നിന്നും നിന്റെ നാവിൽ നിന്നും മാറിപ്പോകരുത്. നീ ചെയ്യുന്ന കാര്യമെല്ലാം സാധ്യമാകേണ്ടതിന് വചനത്തെ ധ്യാനിക്കാനായിട്ടാണ്. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. അപ്പൊ ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മൈൻഡ്, നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെ നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്കും പ്രധാനപ്പെട്ടു. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രോസ്പർ ആകുന്നത് എങ്ങനെയാണ്? പ്രോസ്പർ ആകുന്നത് അത് ചിന്തിച്ചു നോക്കുക. ഒരാള് സമൃദ്ധി ഉള്ളവനായി തീരുന്നത് എപ്പോഴും ഒരു നല്ലൊരു ബിസിനസ് ചെയ്യുമ്പോൾ, അതേ ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കും ഏത് മേഖലയിലാണ് ഇപ്പോൾ വളർച്ചയ്ക്ക് സാധ്യതയുള്ളത്, ഏത് മേഖലയിലാണ് വിജയ സാധ്യതയുള്ളത്. ആ മേഖല നോക്കി അദ്ദേഹം ബിസിനസ് ചെയ്യുകയും ആ എവിടുന്നാണോ പണം തനിക്ക് എത്തേണ്ടത് അവിടെ എത്തിച്ച് അവൻ സമൃദ്ധിയിൽ വാഴും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൃദ്ധി. അതായത് ഒരു മനുഷ്യന്റെ ദേഹത്തേക്ക് ആത്മാവിലുള്ള സമൃദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും സമ്പുഷ്ടമായ മേഖല എന്ന് പറയുന്ന മനസ്സല്ല, ശരീരമല്ല, ആത്മാവാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ
ശരീരം എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഞാൻ, വിസിബിൾ ഐ. സോൾ മീൻസ് ഇൻവിസിബിൾ ഐ. സ്പിരിറ്റ് മീൻസ് ഇൻവിസിബിൾ ഗോഡ്. ശരീരത്തിൽ എന്നിൽ വസിക്കുന്ന അദൃശ്യനായ ദൈവം, എന്നിൽ വസിക്കുന്ന അദൃശ്യനായ ഞാൻ, അതാണ് സോൾ. എന്നിൽ വസിക്കുന്ന അദൃശ്യനായ ദൈവം, അതാണ് സ്പിരിറ്റ്. അപ്പൊ നമുക്ക് സമൃദ്ധി പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? സമ്പത്തിന്റെ ഉറവിടം, സമൃദ്ധിയുടെ ഉറവിടം, ആരോഗ്യത്തിന്റെ ഉറവിടം, സ്വസ്ഥതയുടെ ഉറവിടം, ആമേൻ, ജയത്തിന്റെ ഉറവിടം, ധൈര്യത്തിന്റെ ഉറവിടം, അനുഗ്രഹത്തിന്റെ ഉറവിടം, വ്യക്തിത്വത്തിന്റെ നന്മയുടെ ഉറവിടമാകുന്ന സ്പിരിറ്റ്, ആത്മാവിനോട് എപ്പോ നമ്മൾ ചേർന്ന് വസിക്കുന്നു, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലുമുള്ള വർധനവ് അഥവാ സമൃദ്ധി, സമ്പൂർണത നമ്മൾ കൈവരിക്കും. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് നമ്മുടെ ആമേൻ സോൾ, നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ, നമ്മുടെ ദേഹി, പ്രാണൻ. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നിങ്ങൾ സമൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ കേട്ട് നടക്കാനായിട്ട് നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കുക. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, റോമാലേഖനം 8:14. ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ആത്മാവിലെ നിറയുന്ന വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയെ കുറിച്ചുമല്ല പറയുന്നത്, ആത്മാവിൽ പാട്ടുപാടുന്ന വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിൽ പ്രസംഗിക്കുന്ന വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്. ആത്മാവിൽ നടത്തപ്പെടുക, ഡേ ടു ഡേ ലൈഫിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവമുള്ള വ്യക്തിയാണ് ദൈവത്തിന്റെ മകൻ. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്റെ സമൃദ്ധി ആമേൻ ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഭവനത്തോട്, അല്ലെങ്കിൽ എൻ്റെ അവകാശത്തോട്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് അവകാശികളും ദൈവത്തോട് അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. റോമാലേഖനം 8:17. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അതിലും വലിയ സമ്പത്ത് എന്തായിരിക്കും, അതിലും വലിയ സമൃദ്ധി എന്തായിരിക്കും? ദൈവത്തിന് അവകാശിയായി തീരുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വേറെ സമൃദ്ധി എന്താവണം? ഒന്ന് ചിന്തിച്ചു നോക്കി. ദൈവത്തിന്റെ അവകാശം, ക്രിസ്തുവിന്റെ കൂട്ടവകാശം, എത്ര വലിയ സമ്പത്താണ്. അപ്പൊ ആ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? ആ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായ മതി. വേറെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ ഒറ്റ മേഖല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ സമൃദ്ധിയുടെ അടയാളം, നമ്മൾ പലപ്പോഴും ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ പണത്തിലേക്ക് ഫോക്കസ് ചെയ്യരുത്. പണം താനേ വരുന്ന കാര്യമാണ്. പണം കർത്താവ് അത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുള്ളത് നമ്മുടെ കയ്യിൽ എത്തും, നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പക്ഷേ നമ്മുടെ നോട്ടം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആകർഷണ കേന്ദ്രം, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പണമാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി സമ്പാദിച്ച ആ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും പ്രാപിക്കുക എന്നതാണ്. സർവസമ്പൂർണത. ആ സമ്പൂർണത പ്രാപിക്കുന്നതാണ് പ്രോസ്പെറിറ്റി. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ, ആത്മീക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സ് ആത്മാവിനോട് ചേർന്ന് വസിക്കാൻ, അത് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആമേൻ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക, പൂർണ്ണമായും ദൈവത്തിൽ ചാരുക, പൂർണ്ണമായും ദൈവത്തിൽ നിറയുക, ദൈവത്താൽ നിറയുക. ആ അനുഭവത്തിലേക്ക്, ആ ഒരു ആത്മീക അനുഭവത്തിലേക്ക്, ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഹല്ലേലൂയ അഭിവൃദ്ധി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അതായത് അതിനെ ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമൃദ്ധി. പണമല്ല കേട്ടോ. സമൃദ്ധിയും രക്ഷയും ഒന്നിച്ചാ പോകുന്നു. അതായത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് അലൈൻഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് രക്ഷ എന്ന് പറയുന്നത്. ഒന്നിച്ച് പ്രവർത്തിക്കും. അതായത് മനസ്സിനൊത്ത് പ്രവർത്തിക്കത്തക്കവണ്ണമല്ല നമ്മളെ കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ശരീരത്തിനൊത്തവണ്ണം പ്രവർത്തിക്കാനുമല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആത്മാവിനൊത്തവണ്ണം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അപ്പോൾ ആത്മാവിനൊത്തവണ്ണം ചലിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നത്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വർധനവിന്, സമൃദ്ധിക്ക് നാം ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം, നമുക്ക് തന്നിരിക്കുന്ന ആത്മീകമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുക്കളാകുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും വിശാലതയും വർധനവും അത്ഭുതങ്ങളും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നു, ഒറ്റ കാര്യം, ഹല്ലേലൂയ, കർത്താവിനെ കണ്ടെത്തുക, കർത്താവിന്റെ കൂടെ വസിക്കുക, കർത്താവിനോടുള്ള വണ്ണസിൽ, കർത്താവിനോടുള്ള ആ ശ്രേഷ്ഠമായ ആ വണ്ണസിൽ, ആ ഒരു യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അത്ഭുതം കാണും. എല്ലാ കാര്യങ്ങളിലും അത്ഭുതം. അപ്പൊ അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതിനേറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് ദൈവവചന പഠനമല്ല, ദൈവവചനത്തിലൂടെ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന അറിവാണ്. അതാണ് ഏറ്റവും ആവശ്യം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ആത്മാവിനോട് ചേർന്ന് നടന്നു, അതിന് ആത്മാവിന് കീഴ്പ്പെടുന്ന ഇമോഷൻ, ആ ഇമോഷൻ ആത്മാവിന് കീഴ്പ്പെടുന്ന സോളിന് കീഴ്പ്പെടുന്ന ബോഡി, അവിടെയാണ് സമൃദ്ധി വസിക്കുന്നത്. ആ സമൃദ്ധി വാഴുന്നവരായി, ആ സമൃദ്ധി അനുഭവിക്കുന്നവരായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ, കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദേഹത്തേക്ക് ആത്മാവിലുള്ള പൂർണ്ണമായ വളർച്ച പ്രാപിച്ച് സമൃദ്ധി ആഴത്തിൽ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നത് കർത്താവ്, ഞങ്ങള് സമൃദ്ധി എന്നതിനെ കർത്താവ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആ യഥാർത്ഥ സമൃദ്ധിയിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. നല്ല മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ സമൃദ്ധിയും പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റിയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ചില എപ്പിസോഡുകൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ എപ്പിസോഡുകളെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുകയും നിങ്ങളത് കൂടെ കേൾക്കുകയും പല ആവർത്തി കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരട്ടെ. കർത്താവിന് ഫലം കായ്ക്കുന്ന, കർത്താവിന് പ്രയോജനപ്പെടുന്ന നാളുകളായിട്ട് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലായി തീരട്ടെ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരുമിച്ച് കർത്താവിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.